KP ശശികല ടീച്ചർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഈ ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ ക്ഷേത്രങ്ങളുടെ അന്യാധീനപ്പെട്ടു പോയ ഭൂമി സംബന്ധിച്ച് ഒരു തിരിച്ചുപിടിക്കൽ ശ്രമം, അത് അത്തരമൊരു ഇനിഷ്യേറ്റീവെങ്കിലും അതിൻ്റെ ആദ്യഘട്ടത്തിനെങ്കിലും സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നു എന്നാണ് വാക്കാൽ പറയുന്നത്. രാജമാണിക്യത്തെ പോലെ ഒരു ഉദ്യോഗസ്ഥനെ അത് സംബന്ധിച്ച് നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ജനം TV-യുടെ മാസങ്ങൾ നീണ്ടുനിന്ന മാഫിയ വാഴും ദേവസ്വം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പ്രതികരണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറായിരിക്കുന്നത്. ടീച്ചർ, ആത്മാർത്ഥതയോടുകൂടിയും നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനമാണെങ്കിൽ അത് വളരെ നല്ലതാണ്, ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. പക്ഷേ ഇടപര്യന്തമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയം സൂക്ഷ്മമായി വീക്ഷിക്കുമ്പോൾ ഈ ആരംഭ ചുരുക്കത്തിന് അപ്പുറത്തേക്ക് അത് പോകുമോ എന്ന് ന്യായമായും ഭയമുണ്ട്. കാരണം കേരളത്തിൽ എവിടെയെല്ലാം ക്ഷേത്രഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്, അവിടെയെല്ലാം ഈ ഇവിടുത്തെ കേരളത്തിൽ മാറിയും മറിഞ്ഞും ഭരിക്കുന്ന മുന്നണികളൊക്കെ അവിടെയൊക്കെ എപ്പോഴും ഭക്തജനങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ക്ഷേത്രത്തിനെതിരെ ആരാണോ ഭൂമി കയ്യേറിയത് അവരോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഞങ്ങൾ അത്തരം ധാരാളം വിഷയങ്ങളിൽ ഇടപെട്ടത് കൊണ്ട് അവരോടൊപ്പം അവർക്ക് കൂട്ടായി അതിന് ഉദ്യോഗസ്ഥ വൃന്ദം അതിനൊക്കെ ഉദ്യോഗസ്ഥരടക്കം അതിനായിരുന്നു. ഉദ്യോഗസ്ഥ വൃന്ദവും അതേപോലെ തന്നെ ഈ ഭരണകൂടത്തെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളും എന്നും എതിർപക്ഷത്താണ് ഉണ്ടാകാം. ഇവിടെ നമുക്ക് ഏറെക്കുറെ ഏതൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഏറെക്കുറെ നമുക്ക് വിവരങ്ങളുണ്ട്. ഇനി പൂർണ്ണമായി കണക്കെടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് ആത്മാർത്ഥമായ ഒരു സമീപനമായിരിക്കണം ആ വിഷയത്തിൽ. അതല്ലാതെ അണ്ടിയോടെടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളി അറിയുക എന്ന് പറഞ്ഞ പോലെ ഇത് ആരുടെ കയ്യിലൊക്കെയാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവരുമായി രാഷ്ട്രീയക്കാർ വിലകഴിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവുക. ഭൂമി കൈവശം എത്തുന്നതുമായിട്ട് ഇവരൊരു കരാറിലെത്തി അത് രാഷ്ട്രീയമായി അത്ര ഗുണം ചെയ്യാൻ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭക്തജനങ്ങൾ വീണ്ടും വിദ്യയാക്കപ്പെടും. അപ്പൊ ഇപ്പൊ ഈ നടപടിയെ നമ്മൾ സർവാത്മന സ്വാഗതം ചെയ്യുമ്പോഴും അത് ഈ ആശങ്ക നമ്മുടെ ഉള്ളിലുണ്ട്. ഒരിക്കലും ആ ആശങ്കയ്ക്ക് വഴി വെക്കാത്ത വിധത്തിലുള്ള പ്രവർത്തനമാണ് പ്രതീക്ഷിക്കുന്നത്. മറിച്ചാണ് വരുന്നതെങ്കിൽ ഇന്ന് അവരെ പിന്തുണച്ച എല്ലാവർക്കും അവർക്കെതിരെ നിൽക്കാനുള്ള യാതൊരു മടിയും ഉണ്ടാവില്ല എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയൂ. ഓക്കെ, വളരെ നന്ദി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.